ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഓട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡ് ക്യാപ്സിക്കം എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള ക്യാപ്സിക്കം നമുക്ക് എടുക്കാം. പിന്നെ തേങ്ങ, ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, വേപ്പിൻ്റെ ഇല, പിന്നെ കടുക്, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ചതച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിടിയിച്ച് ഇങ്ങനെ അല്ലി പോലെ ഇടണം ഇങ്ങനെ. ഇനി നമുക്ക് ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തന്നെ നമുക്ക് ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. അത് വറുത്തെടുക്കുമ്പോൾ എണ്ണയില്ലാണ്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പാനിലേക്ക് ഈ ഓട്സ് ഇടാം. നമുക്ക് ഈ ഓട്സ് എങ്ങനെ റെഡി ആയെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് തോന്നും ഈ ഓട്സ്. അപ്പോൾ നമുക്ക് ഈ ഓട്സ് എടുത്തിട്ട് മാറ്റണം. നമുക്ക് അപ്പോൾ നമ്മുടെ ഓട്സ് വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്, നല്ലൊരു ക്രിസ്പി പോലെ ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇത് ഉപ്പുമാവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നമുക്ക് ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇത് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റാം. ആ സവോള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. കേട്ടാൽ നമുക്ക് ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം, ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പം നമുക്ക് ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഓട്സ് ഇടുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വെജിറ്റബിൾസ് ആദ്യം വേവിക്കുക. ഈ വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട. അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ആവി കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഓട്സ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓട്സിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ഓട്സിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം. ആ വെള്ളം നമ്മളെങ്ങനെ ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. ആ വെള്ളം കുറച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓട്സ് നന്നായിട്ട് കുതിരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഓട്സ് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ഓട്സ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഓട്സ് നമുക്ക് വേവിക്കാം. ആ വെള്ളം നമ്മൾ ഓട്സിലേക്ക് ചേർക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ പൊന്തി നിൽക്കണമെന്ന്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഓട്സ് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഉപ്മാവ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം.